മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സീരീസായ ലോക പ്രേക്ഷക മനസ്സ് കീഴടക്കുകയാണ്. ഒരേ ദിവസം തിയേറ്ററുകളിലെത്തിയ ഓണചിത്രങ്ങളാണ് മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വവും ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ലോകയും. 10 വർഷത്തിന് ശേഷം മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിച്ചപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. എന്നാൽ ആളുകൾ തിയേറ്ററിൽ തിക്കിത്തിരക്കിയത് ലോക കാണാനാണ്. ഓണാവധി കൂടി ആരംഭിക്കുന്നതോടെ ലോക മോളിവുഡിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും. ഹൃദയപൂർവ്വത്തിനും മേലെ ലോക പ്രേക്ഷക പ്രശംസ നേടുന്നതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ആദ്യം തന്നെ സൂപ്പർ ഹീറോ സീരീസിലെ പതിവ് പ്രതീക്ഷകളിൽ നിന്ന് മാറി ലോകയിൽ സൂപ്പർ ഹീറോയായി എത്തുന്നത് ഒരു സ്ത്രീയാണ്. ആദ്യ ചാപ്റ്ററിൽ പ്രധാന കഥാപാത്രമായി ഒരു സ്ത്രീ എത്തുമ്പോൾ ലോകയുടെ വരാനിരിക്കുന്ന ബാക്കി സീരീസുകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മാത്രമല്ല, ഈ ജോണറിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങൾക്ക് വലിയ പ്രചോദനവുമാണ്. സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു മെയിൽ സൂപ്പർ ഹീറോ ആയിരിക്കും. എന്നാൽ ഒരു വിപ്ലവത്തിനൊരുങ്ങി ലോകയിലെത്തിയത് കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര എന്ന സൂപ്പർ ഹീറോ കഥാപാത്രമാണ്. പുരുഷ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പ്രകടനം തന്നെയാണ് കല്യാണി ചെയ്തു വെച്ചിരിക്കുന്നത്. ലോകയിലൂടെ ഹീറോയിസം എന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം കൈമുതലല്ലെന്ന് തെളിയിക്കുകയാണ് കല്യാണി. സിനിമയിലെ കല്യാണിയുടെ പ്രകടനം വലിയ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. പാശ്ചാത്യ നാടുകളിലെ സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സീരീസ് പരീക്ഷണം നടത്തുമ്പോൾ വളരെ വിദഗ്ധമായും ബുദ്ധിപരമായും കള്ളിയങ്കാട്ട് നീലിയുടെ നാടോടി കഥകളെ ചിത്രത്തിൽ ഇഴചേർത്തിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എക്സ്പീരിയൻസ് മലയാളികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ആളുകൾക്ക് റിലേറ്റബിളായ നാടോടി കഥകളെ സിനിമയിൽ അനായാസം കലർത്തുക എന്നത് വലിയ പരീക്ഷണം തന്നെയായിരുന്നു. സാധാരണ സൂപ്പർ ഹീറോ ചിത്രം പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകർക്ക് ഇതൊരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് നൽകിയത്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് ദുൽഖറിന്റെ വേഫർ ഓഫ് ഫിലിംസ് ലോകയുടെ ആദ്യ ചാപ്റ്റർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ വലിയ ഹൈപ്പ് നൽകാതെയാണ് ലോകയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. സുപ്രധാന കാമിയോ റോളുകളെ കുറിച്ച് യാതൊരു സൂചനയും പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെ പുറത്തുവിട്ടാൽ ആദ്യ ദിനം ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഇരട്ടി കളക്ഷൻ കിട്ടുമായിരുന്നു. എന്നിട്ടും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം സിനിമ കളം പിടിക്കണമെന്ന ദുൽഖറിന്റെ തന്ത്രം വിജയം കണ്ടു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഫാമിലി ഡ്രാമയായ ഹൃദയപൂർവ്വത്തിനെ ലോക കടത്തിവെട്ടുകയും മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തു. 30 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ആദ്യ ദിനം 2.7 കോടി മാത്രമാണ് നേടിയതെങ്കിൽ രണ്ടാം ദിനം ഇന്ത്യ നെറ്റ് കളക്ഷൻ 4 കോടിയായി ഉയർന്നു. 5 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ 31.5 കോടി രൂപയായി. ചാപ്റ്റർ 1 കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനം കവരുമ്പോൾ ബാക്കി സീരീസുകളിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണും.